നമസ്കാരം. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. അനന്തപുരിയിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് നിരവധി ഭക്തജനങ്ങൾ, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ, അതായത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും നമ്മുടെ തിരുവനന്തപുരത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലും തലസ്ഥാന നഗരിയിലും എല്ലാം തന്നെ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ അവരവരുടെ അടുപ്പുകൾ ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിലും മറ്റിടങ്ങളിലുമെല്ലാം തന്നെ അവർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം ഭക്തജനങ്ങൾ ആറ്റുകാൽ അമ്മയ്ക്ക് നൈവേദ്യ സമർപ്പണത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പിക്കും. ഇവിടെ എന്തായാലും അമ്മമാർ എല്ലാവരും തന്നെ ഈ തെരളി അത്തരത്തിലുള്ള നൈവേദ്യ സമർപ്പണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു കുത്തൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞാനമ്മൂട്. എത്ര വർഷമായി പൊങ്കാല? ഞാനിപ്പോ ആദ്യത്തെ വർഷമാണ് വരുന്നത്. എന്റെ പേര് സിന്ധു. എന്തായി ഒരുക്കങ്ങളൊക്കെ? അടുപ്പ് എപ്പോ ഇവിടെ? 10-10:15. അല്ല ഇന്ന്, അല്ല ഇപ്പൊ കത്തിക്കുന്ന കാര്യം പറഞ്ഞു. കാലം 4 മണി പുലർച്ചെ വന്നതാണ്. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ്? അല്ല, പത്മനാഭ സ്വാമി ക്ഷേത്രം. പ്രാവശ്യം ഇപ്പൊ കുറച്ച് ഇങ്ങോട്ടായി. തിരക്കുണ്ടോ പൊതുവെ? കഴിഞ്ഞ വർഷത്തേക്കാണ്. എന്തായാലും തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ്. എന്നാലും ആദ്യമായി പൊങ്കാല ഇടുന്നവരെല്ലാവരും തന്നെയുണ്ട്. പൊതുവെ ഈ പൊങ്കാല സമർപ്പണത്തിനായുള്ള ഭക്തജനങ്ങളുടെ, സ്ത്രീ ഭക്തജനങ്ങളുടെ എണ്ണം പൊതുവെ കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തിരക്കായിരുന്നു ഇന്നലെ ഉൾപ്പെടെ ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. 2007 തോന്നുന്നു ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ 2 വട്ടം, അതായത് സ്ത്രീകൾ ശബരിമല എന്ന് തന്നെ വിശേഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 വട്ടം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒരു ആചാര പ്രക്രിയയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചി എവിടുന്നാ വരുന്നത്? നെടുമങ്ങാട്. തിരുവനന്തപുരംകാരി തന്നെയാണ്? തിരുവനന്തപുരംകാരി തന്നെയാണ്. അതെ. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? 10-12 വർഷം കൊണ്ട്. അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. എന്തായി ഒരുക്കങ്ങളൊക്കെ? എന്തായി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് തന്നെയാണ്? നമ്മള് കഴിഞ്ഞ വർഷം വരാൻ പറ്റില്ല, അതിന് മുന്നേ നമ്മളിവിടെ തന്നെ ആയിരുന്നു. എവിടുത്തെ? നെടുമങ്ങാട് പണിക്കോട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം തിരുവനന്തപുരംകാരാണ് എന്ന് തോന്നുന്നു. എന്തായാലും പലരും പല തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ മുതലല്ല, കഴിഞ്ഞ ആഴ്ച മുതൽ സ്റ്റേ ചെയ്ത് ഇവിടെ പൊങ്കാലയിടുന്ന ആൾക്കാരൊക്കെ ഇവിടെ നമ്മൾ അല്പസമയത്തിന് ശേഷം കുറച്ച് മലപ്പുറംകാരോട് ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചിരുന്നു. ചേച്ചി എന്തായി ഒരുക്കങ്ങളൊക്കെ ആയോ? എവിടുന്നാ വരുന്നത്? കടക്കൽ. എത്ര വർഷമായി പൊങ്കാല? ഞാൻ ആദ്യമായിട്ടായിരുന്നു. എന്താ പേരെന്താ? ഒറ്റയ്ക്കാണോ? വേറെ ആൾക്കാര്? ദീപ ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇവിടെ ഒരു ഭാഗത്ത് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, തെരളിയാണ് അല്ലേ ചേച്ചി? എന്തൊക്കെയാണ് കൂട്ടം? എന്തൊക്കെയാണ്? തെരളി, ശർക്കര, പഴം, തേങ്ങ, ഏലക്കപ്പൊടി, അരിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഈ ഇലക്ക് ഇവിടെ എന്താണ് പറയുക? ഇതിവിടെ വയണയില എന്നാണ് പറയുന്നത്. എന്താ പേരെന്താ? പ്രീത. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? ഞാൻ ഒരു 10 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. 10 വർഷം ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ടാണ്. മോനാണ്? മോനാണ്. പ്രണവ്. എത്രയല്ല പഠിക്കുന്നത്? 4 ആഗ്നേഷ്. വെറൈറ്റി പേരാണല്ലോ.
ഓക്കെ ചേച്ചി കടക്കിൽ തന്നെയാണ് അല്ലല്ല അരുവിക്കര. സുഹൃത്തുക്കളോ ഫാമിലിയാണ്? മോർ സംഘമാണ്. മോർ സംഘം ഇപ്പോൾ ഇവിടെ തെരളി വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഭക്തജനങ്ങൾ അനന്തപുരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഏകദേശം 9:45 10 മണിയോടുകൂടി പണ്ടാരയടുപ്പിൽ തീ പകർന്നതിന് ശേഷം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. നിരവധി ആൾക്കാർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ അനന്തപുരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേറ്റാണോ പൊങ്കാല? എത്ര വർഷമായി? 2 വർഷമായി. പേരെന്താ? അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. തെരളിയാണോ? എന്തൊക്കെയാണ് ചേരുവകൾ? എന്തൊക്കെയാണ്? ശർക്കരയുണ്ട്, അരിപ്പൊടിയുണ്ട്, പിന്നെ ഏലക്ക, പഴം, വെള്ളം കൊഴുകുന്നുണ്ട്, പഴം വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചില്ല? ഇല്ല. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വേണ്ട, അല്ലാതെ തന്നെ കുഴച്ചു. നിങ്ങൾ ഏത് മറനാട്. ശരി, സന്തോഷം. ചേച്ചി ഈ തെരളിയിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പലരും വെള്ളം ചേർത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും പലരും ഇതിന് തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുന്നതേയുള്ളൂ. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും സമയമുണ്ട്. കാരണം ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പലരും പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാത്തത്. എന്തായാലും വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടാര അടുപ്പ് പല സ്ഥലങ്ങളിലും ഒരുക്കി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം മുതലേ പണ്ടാര അടുപ്പിനായുള്ള ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായുള്ള പൊങ്കാല സമർപ്പണത്തിനായുള്ള അടുപ്പ് എല്ലാം തന്നെ അമ്മമാരെല്ലാവരും തന്നെ ഒരുക്കി കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്നത് ഏതാണ് ചേച്ചി? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ആലത്തൂരിൽ നിന്നാണ്. ഇത് 3ാമത്തെ വർഷമാണ് വരുന്നത്. എന്താ പറയാ, നല്ല വലിയൊരു അത്ഭുതമായിരുന്നു ഫസ്റ്റ് വർഷം വന്നപ്പോ. കാരണം ആദ്യമായി വന്നപ്പോ നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷകളല്ല. പക്ഷെ ഇതിപ്പോ ഒരു 3ാമത്തെ വർഷം തുടർച്ചയായിട്ട് വന്നു. ഫസ്റ്റ് കൊല്ലം നമ്മളെ വീടിന്റെ ഒരു പണി നടക്കുന്നത് കൊണ്ടായിരുന്നു വന്നത്. എന്തായാലും നേർന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അതിന്റെ വീട് നല്ല രീതിയിൽ പണി കഴിഞ്ഞു. 2ാമത്തെ വർഷം പണി കഴിഞ്ഞു വീട് തിന്ന ശേഷം വന്നു. ഇപ്പൊ 3ാമത്തെ വർഷം മുടങ്ങാതെ എന്തായാലും 3 വർഷം എത്തി. ഇന്നലെ ഞങ്ങൾ പോയപ്പോ നല്ലോണം തൊഴാൻ പറ്റി. പിന്നെ പത്മനാഭ ക്ഷേത്രം പോയി, എന്താ പറയാ പഴവങ്ങാടിയിൽ പോയി. ഇന്നലെ രാത്രി ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം ആറ്റുകാലിൽ പോയി തൊഴുതു. നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്കത്. അതെ, ഒരു അത്ഭുതമാണ്. കാരണം സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ആറ്റുകാല് എന്താ പറയാ ഇത്രയും വലിയൊരു അത്ഭുതം ഇനി എന്നും ഇത് എത്തട്ടെ എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു. ആലത്തൂരിൽ നിന്നാണ്. എന്റെ പേര് ശ്യാമള. പാലക്കാട് ആലത്തൂര്. ഞാനിത് 3ാമത്തെ വർഷമാണ്. ഞങ്ങള് പാലക്കാട് ആലത്തൂരിലേക്ക് 17 പേരാണ്. 19 പേരുണ്ട്. ശരി, എന്തായാലും പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. വീട് പണി പൂർത്തിയായി എന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹമുണ്ട്. ഒരുപാട് വർഷമായി പൊങ്കാലയിടുന്നു എന്നാണ് ചേച്ചി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അനന്തപുരി വലിയ രീതിയിലുള്ള ഭക്തസാന്ദ്രമായ നിറവിലാണ് ഉള്ളത്. നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പൊങ്കാലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും 9:45 ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം ഇവിടെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നതിന് ശേഷം പൊങ്കാല ദേവിയുടെ സമർപ്പണത്തിനുള്ള ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. നിരവധി ആൾക്കാർ
തലസ്ഥാനത്തേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആധുനിക ചരിത്രം ആരംഭിക്കുന്ന ആറ്റുകാൽ ശങ്കരനാഥ ജ്യോതിഷരുടെ കാലഘട്ടത്തോടെയാണ് പണ്ഡിതരും കവിയുമായി കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരിലാണ് ജനിച്ചത്. ചെറുപ്പത്തിലെ ഉത്തരേന്ത്യയിലെത്തിയ ഇദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടി. പിൽക്കാലത്ത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന മഹാരാജ രഞ്ജിത് സിംഗിന്റെ സദസ്സിലെ അംഗവും ഉപദേഷ്ടാവും മന്ത്രിയുമായി. ശങ്കരനാഥ ജ്യേഷ്ഠരെ കുറിച്ചറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തെ തന്റെ സദസ്സിലേക്ക് ക്ഷണിക്കുക. 1840-കളിൽ അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തു. എന്തായാലും നിരവധി ചരിത്രങ്ങളാണ് ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ചേച്ചി ഞാന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നല്ലതാ. എന്തായാലും ഇപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. അമയപ്രസാദാണ്. എന്തുണ്ട് വിശേഷം? സുഖാണ്. ഷൂട്ടിന്റെ തിരക്കൊക്കെ മാറ്റി വെച്ച് പൊങ്കാലയിടാൻ എത്തി. അതെ അതെ, അതിന് എന്ത് തിരക്കുണ്ടെങ്കിലും പൊങ്കാല പ്രധാന. കഴിഞ്ഞ ഷെഡ്യൂളിൽ 12-ാം തീയതി ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടും 12-ാം തീയതി ഷൂട്ട് വേണ്ടത് 9-ാം തീയതിയിലോട്ടാക്കി. അപ്പോ ഷൂട്ട് നീക്കി തന്നെ, കാരണം പൊങ്കാലയാണ് വലുത്. എത്ര വർഷമായിട്ടാണ്? ഞാനിത് 3-ാമത്തെ വർഷം. സുഖമായിരിക്കും. എപ്പോ ഇവിടെ അടുപ്പ് എടുത്തിട്ട് 4-5 ദിവസമായി. 4 ദിവസമായി. വന്ന് കയറൊക്കെ കെട്ടിയിട്ട് പേരൊക്കെ എഴുതി ക്ലിപ്പൊക്കെ ചെയ്ത് മുൻകൂട്ടി കണ്ടുവെച്ച എല്ലാം മുൻകൂട്ടി കണ്ടു. എങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്ര തിരക്കല്ലേ, എല്ലാ വർഷത്തെക്കാളും നല്ല തിരക്കാണ്. പൊതുവെ തിരക്ക് കൂടുതലാണ്. ഭയങ്കര തിരക്ക്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം സന്തോഷം പ്രതികരിച്ചില്ല. സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മളോടൊപ്പം ചേർന്നത് അമയപ്രസാദാണ്. ഒരുപാട് വർഷമായി പൊങ്കാലിടാൻ തുടങ്ങിയിട്ട് എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ അമയപ്രസാദും നടത്തി കഴിഞ്ഞ നിരവധി അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളി ചെറുക്കിലാണ്. അമ്മ വിശേഷം? നല്ല വിശേഷമായിട്ടിരിക്കുന്നു. എത്ര വർഷമായി പൊങ്കാലിടാൻ തുടങ്ങി? 10-30 വർഷം വരും. എന്നിട്ട് തന്നെ തീരുന്നില്ല. ആയിട്ടുള്ളിടത്തോളം വരും. അമ്മയുടെ അനുഗ്രഹമുണ്ട്. പേരെന്തായിരുന്നു? സൗദാമിനി. എവിടുന്നാ വരുന്നത്? ട്രിവാൻഡ്രം, ആര്യനാട്. ആര്യനാടെന്നാണ്. കുറച്ച് ദൂരെയുണ്ട്. കുറച്ച് ദൂരെയുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ എപ്പോ അടുപ്പ് പിടിച്ചു? 4:30. എങ്ങനെ എത്തി? കാറിലാണ്. അമ്മ എന്താ പേര്? സുലോചന. നല്ല ശരിയാണ്. എത്ര വർഷമായി പൊങ്കാലയുടെ? 7-8 വർഷം കൊണ്ട് വരണം. അയാൾക്കൊന്നും അല്ല. എന്തായാലും വർഷങ്ങളായി പൊങ്കാലയിടുന്ന അമ്മയിൽ അത്രമേൽ. എന്റെ പേര് അമൽ. എന്തായാലും വർഷങ്ങളായി പൊങ്കാലയിടുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ് നിരവധി ആളുകൾ. ഇപ്പോൾ അമയപ്രസാദ് ഇപ്പോൾ ഇവിടെ പൊങ്കാല അടുപ്പ് കൂട്ടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാലും വളരെ വലിയ ഭക്തജന തിരക്കാണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അടുപ്പുകൾ കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാലിലേക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ വലിയ തിരക്കാണ് എന്തായാലും അനുഭവപ്പെടുന്നത്. രാവിലെ 10:15 അടുപ്പ് വെട്ടം. ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻ വർഷത്തേക്കാൾ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1:15 നിവേദ്യ സമർപ്പണം നടക്കുന്നത്. പലതരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളും പൊങ്കാല സമർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. അതുകൂടാതെ പൊതുവെ നമ്മുടെ കാലാവസ്ഥ പൊതുവെ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ധരിക്കുന്നതായിരിക്കും നല്ലത്. പരമാവധി വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. കാരണം ഈ ചൂടും അതുകൂടാതെ പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടുമെല്ലാം തന്നെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവപ്പെട്ടേക്കാം. കാരണം വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് അമ്മമാരുണ്ട്. അമ്മ എവിടുന്നാ വരുന്നേ? കോഴിക്കോട് നിന്നാണ്. ഞാൻ വയനാട്ടുകാരനാണ്. എത്ര വർഷമായി പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ. പൊങ്കല കുറെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഇടുന്നത് ഈ വർഷമാണ്. ഇപ്രാവശ്യം അമ്പലത്തിന്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പൊങ്കല ഇടാന്ന് വിചാരിച്ചു. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു. ഞാൻ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ക്ഷേത്രത്തിൽ പോകാൻ നല്ല തിരക്കായതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അമ്മയുടെ അനുഗ്രഹം വളരെ സന്തോഷമുണ്ട്. ഇടാതെ ചെയ്യുന്നതുകൊണ്ട്. കോഴിക്കോട് തന്നെയാണ്? കോഴിക്കോടല്ല, എന്റെ സ്ഥലം കൊല്ലമാണ്. മകൾ ഇവിടെ താമസിക്കുന്നു ഹോസ്റ്റലില്. അപ്പം ഇന്നലെ വന്നിട്ട് മോളുടെ കൂടെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുകയാണ്. സുഹൃത്തുക്കളാണോ? അല്ല, ഞങ്ങൾ 3 ടീച്ചേഴ്സാണ്. മലപ്പുറത്തുനിന്ന് 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അവര് ഇന്നലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്ന് ഇവരെല്ലാരും തന്നെ അടുപ്പൊരുക്കുന്ന തിരക്കിലാണ്. വെള്ളം തളിച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അടുപ്പ് തയ്യാറാക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരാണ് ഇവർ. എന്തായാലും ഇവർ അടുപ്പ് തയ്യാറാക്കുന്ന ഒരുക്കത്തിലാണ്. പൊങ്കാല സമർപ്പണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പൊങ്കാല മഹോത്സവത്തിൽ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് ചൂടേറിയ കാലാവസ്ഥയാണ്. അതുകൂടാതെ പൊങ്കാല അടുപ്പുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. അടുത്തടുത്തായാണ് അടുപ്പുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് ഏറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ തീയുടെ ചൂട്, അതുകൂടാതെ കാലാവസ്ഥയുടെ ചൂടിനെല്ലാം തന്നെ നമുക്ക് ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും അത്തരത്തിലുള്ള നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി എല്ലാവരെയും തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം 7:20 9:45 മണിയോടുകൂടി ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലടുപ്പിൽ തീ പകർന്നതിന് അവിടെ നിന്നും തീ പകർന്നതിന് ശേഷം പൊങ്കാല സമർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. എന്തായാലും അമ്മമാർ എല്ലാവരും തന്നെ ഈ വിരളി, മണ്ടപ്പുട്ട് അത്തരത്തിലുള്ള നൈവേദ്യ സമർപ്പണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശേഷങ്ങളും, അതായത് ഭക്തജനങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളും എല്ലാം തന്നെയായി മറുനാടൻ വീണ്ടും തത്സമയം നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചേരുന്നതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ മിത്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.